എന്തൊരു മഴയില്ലേ. സമയം 6 മണിയായി, വിളക്ക് കത്തിച്ചേ ഉള്ളൂ. അങ്ങോട്ട് ഭയങ്കര മഴയും ഇരുട്ട് പോലായി. മൂടിക്കെട്ടി കിടക്കുക, ഭയങ്കര മഴയാണ്. അതിൽ മഴയുടെ ശബ്ദം, വെള്ളം വീഴുന്ന ശബ്ദം കേട്ടോ. ഗണപതി നനഞ്ഞോ? ഓ, അത് സാരമില്ല, അത് ഓടല്ലേ. അറുകുട്ടി ഊഞ്ഞാലാടുക. ഇത് കഴിഞ്ഞ മഴയത്ത് നമ്മുടെ നിലവിറ്റത്തിൻ്റെ വീഡിയോ കാണിച്ചപ്പോൾ കുഞ്ഞുങ്ങൾക്കൊന്നും ഇത് എത്താൻ പറ്റിയില്ല. അവരെല്ലാവരും ഇന്ന് മഴക്കോള് കണ്ടപ്പോഴേ നേരത്തെ വീട്ടിൽ വന്നിരിക്കുക. മഴ പെയ്യുന്നത് കാണാനും വെള്ളം വീഴുന്നത് കാണാനും അതിന് നനയാനും ഒക്കെ ആയിട്ട്. അപ്പോൾ നടുമുറ്റത്ത് ഇങ്ങനെ വെള്ളത്തിൽ കളിയായിരുന്നു. തിരിച്ച് വീട്ടിൽ വല്ല പനിയോ വല്ലതും വന്നെങ്കില്ല. കാരണം ഇപ്പോഴത്തെ ഈ ആദ്യത്തെയൊക്കെ മഴ വളരെ സൂക്ഷിക്കണമെന്ന് പറയുന്നു. അത് കാരണം അവരെ ഇറക്കിയില്ല നടുമുറ്റത്തോടെ. വേറെ ഉണ്ട് 2-3 പേര്. അതെ, ഇത് കൃഷ്ണവിളക്കാണ് കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കിത് മഹാദേവർ താണ്ഡവമാടുന്ന പോലെ തോന്നും. പക്ഷേ ഇത് അതല്ല, ഇത് കൃഷ്ണവിളക്കാണ് കാണുന്നത്. ഓ, ഈ ഫോണ് കൃഷ്ണമായിട്ടുള്ളൊരു പാറുകുട്ടിയെ മുന്നേ ഓടുക. ചെറുതാണെങ്കിൽ ഇടയ്ക്കുണ്ട്. അത് അവർ ട്രെയിൻ കളിക്കുക. അതാണെങ്കിലേ നടുമുറ്റത്തിന് ചുറ്റും നടന്ന് ട്രെയിൻ കളിക്കുക. നിലവിളക്ക് കൊളുത്തി സന്ധ്യയായി 6:15 ആവുന്നു. അപ്പോൾ ആ സമയത്ത് നല്ല കാറ്റുമുണ്ട്. കാറ്റടിച്ചല്ലേ? ഈ സമയത്ത് മഴയുടെ കൂടെ കാറ്റും ഉണ്ടായിരുന്നു. നല്ല കാറ്റുണ്ടായിരുന്നു. കൂട്ടുകാരൻ്റെ മോനെ അവരെല്ലാവരും ഉണ്ടായിരുന്നു. മഴയത്താണ് ഓടിക്കയറി വന്നത്. ഇവർക്കെല്ലാം ഭയങ്കര സന്തോഷം. കാരണം ഇങ്ങനെയുള്ള മഴയും ഇങ്ങനെയുള്ള രീതികളും ഒക്കെ അവൾ വളരെ കുറച്ചായിട്ടല്ലേ അവർ കണ്ടിട്ടുള്ളൂ. മഴ കാണാറുണ്ട്, ഇങ്ങനെ നടുമുറ്റത്തുള്ള ഇത് കാണാറുണ്ടല്ലോ. മഴയൊക്കെ ഉണ്ടായാൽ പോലും നമ്മൾ ആദ്യമേ ചെയ്യുന്നുണ്ട്, കുട്ടികളെയൊക്കെ പുരക്കകത്ത് കയറ്റി കഥവടച്ച് ഭദ്രമാക്കി വർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.